ഹലോ ഹായ്. ഇന്നൊരു പാലൂത കുടിക്കാൻ കൂടി. അപ്പം നമുക്ക് പാലൂതല്ല ഫലൂദ. അങ്ങനെ ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് വെക്കണം. അതിന് മുമ്പ് നമ്മൾ കുറച്ച് പാലിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സേമിയ ഞാൻ വേവിച്ചു. പിന്നെ കസ്കസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിയ സീഡ് സോക്ക് ചെയ്തിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വിംറ്റോ ഉണ്ട്, പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പുണ്ട്. ഇതൊക്കെ ഞാൻ ഉള്ളത് കൊണ്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വഴിക്ക് പോലെ ഇരുന്നോട്ടെ. ഫസ്റ്റ് ആഡ് ചെയ്തു, പിന്നെ സേമിയ ഇട്ടു, പിന്നെ ഇതാ കസ്കസ് ഇട്ടു. ഇനി എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ലെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബദാം, കാഷ്യൂ, ഫിഗ്, ഉണക്കമുന്തിരി, പംകിൻ സീഡ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി. പിന്നെ ഞാൻ അത് ലെയർ ചെയ്തു. എൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ലെയർ ചെയ്യാമല്ലോ. നമുക്ക് എത്രയാണ് വേണ്ടത് അതിന് കണക്കായിട്ട് ലെയർ ചെയ്യാം. അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം കുറച്ചുകൂടി സേമിയം കൂടി രണ്ടാമതും അതിൻ്റെ മേലെ കുറച്ചിട്ടു. ഡ്രൈ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് ഇപ്പം പിസ്ത ആഡ് ചെയ്യാം, വേണമെങ്കിൽ പിന്നെ ഡേറ്റ്സും ആഡ് ചെയ്യാം. ഇനി ഫ്രൂട്ട്സിൻ്റെ കൂടാണ്. നമ്മൾ ഫ്രൂട്ട്സ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിള്, മാംഗോ, സ്ട്രോബെറി, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ കട്ട് ചെയ്ത് ഗ്ലാസ്സിലോട്ട് നമുക്ക് ലെയർ ചെയ്ത് വെക്കാം. പിന്നെ വീണ്ടും ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടു, പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടു. ഇനി നമുക്ക് പാലൊഴിക്കാം. മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത പാല് കുറച്ച് ഒഴിക്കാം. പിന്നെ ഞാനിതിപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് കൂടി ഒഴിക്കുന്നുണ്ട്. കുറച്ചധികം ഒഴിക്കണം. ഇനിയും കുറച്ചായിപ്പോയി ഒഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫൈനൽ ഐറ്റം കൂടി ഇതിൽ ചേർക്കാം, ഐസ്ക്രീം. എൻ്റെ അടുത്ത് 2 ഫ്ലേവർ മാംഗോ ആൻഡ് വെനില ഉണ്ടായിരുന്നു. 2 ഞാൻ ചേർത്തു. പിന്നെ മേലെ ഡെക്കറേഷൻ്റെ പരിപാടിയാണ്. കാര്യമായിട്ട് വലിയ ഡെക്കറേഷനൊന്നുമില്ല, ഉള്ളത് വെച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്തു. പിന്നെ ഞാൻ ഓർത്തെ എൻ്റെ അടുത്ത് ഒരു ബോക്സ് ഉണ്ട്, അപ്പം അതിലൊന്ന് സെറ്റ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ കണ്ടെയ്നറിൽ നന്നായിട്ട് ഇതുപോലെ ലെയർ ചെയ്തിട്ട് സെറ്റ് ചെയ്താണിത്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ഫലൂദയാണ്. ഫലൂദ ബോക്സ് എങ്ങനെയുണ്ട്? അപ്പോൾ അടിപൊളിയല്ലേ? അങ്ങനെ 2 തരത്തിലുള്ള ഫലൂദയും നമ്മൾ റെഡിയാക്കി. അപ്പോൾ നിങ്ങളും ഈ റോയൽ ഫലൂദയും ഫലൂദ ബോക്സും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.